അതുപോലെ തന്നെ സാർ, ഈ മനുഷ്യർ വളർത്തുന്ന മൃഗങ്ങളുണ്ടല്ലോ, അവരെ നമ്മൾ ഈ കർക്കിടക ചികിത്സയിൽ ഉൾപ്പെടുത്താറുണ്ടോ? അതായത് ഒരു കാലത്ത് നമ്മളെപ്പോലെ പണിയെടുത്തിരുന്ന മൃഗങ്ങളായിരുന്നു. നമ്മളെപ്പോലെ തന്നെ അവരും പണിയെടുത്തിരുന്നു. പാടത്ത് ഉഴുതു മറിക്കാൻ പോകുന്നത് പോത്തുകളും അതോടൊപ്പം തന്നെ കാളകളും ഒക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നത്തെ മിഷൻസൊക്കെ ചെയ്യുന്ന പണി അന്ന് ചെയ്തുകൊണ്ടിരുന്ന ആനയായിരുന്നു. അപ്പോൾ ആനയൂട്ട് കർക്കിടകത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ആനയൂട്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഇന്നും അത് നടന്നു വരുന്നു എന്നുള്ളതാണ്. രണ്ടാമത് ഈ പോത്തും ഈ പണിയെടുക്കുന്ന പോത്തും ആനയൊക്കെ ജമ്മികളുടെ ഉടമസ്ഥയിലുള്ള സംഗതിയാണല്ലോ. അപ്പോൾ അവർ ചികിത്സിക്കുമ്പോൾ തന്നെ അവർ ഈ മൃഗങ്ങളെ കൂടി ചികിത്സിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അടുത്ത ഒരു വർഷം വരെ പണിയെടുക്കേണ്ട ഒരു ശാരീരിക ശേഷി അതിന് വീണ്ടെടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ അത് എന്ത് ചെയ്തു, ആയുർവേദ ചികിത്സകൾ അവർക്കും കൊടുത്തിരുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ അത് കാണാനില്ല, കാരണം ഇന്നിപ്പോൾ മൃഗങ്ങൾ പണിയെടുക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇന്നത് കാണാനില്ല. പക്ഷേ ആനയൂട്ട് ഇന്നൊരു ചടങ്ങായിട്ട് പല അമ്പലങ്ങളിലും നടക്കുന്നുണ്ട്. ആന വളർത്തുന്ന ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതെ അവർക്കൊക്കെ ചെയ്യുന്നുണ്ട്. അതെ.